അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം. ഇന്നലെ ചാലക്കുടിയിൽ കുടിയേറിയ സൗണ്ട് പൂരത്തിന്റെ ആ ഒരു പ്രഭയും ആ മനോഹാരിതയും നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടാവുമെന്ന് തോന്നുക. വീട്ടിലിരിക്കരുത് കേട്ടോ. നമ്മൾ ഈ ട്രങ്ക് റോഡ് ജംഗ്ഷനിലേക്ക് ഇങ്ങോട്ട് വരുമ്പോഴല്ലേ ആകപ്പാടെ കൂടി ഒരു കുലുക്കണം. എങ്ങനെ കുലുങ്ങാണ്ടിരിക്കും? 2 ലക്ഷം വാട്സിന്റെ സൗണ്ടാണ്. അത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അതിന്റെ ഏറ്റവും തീവ്രമായ ആ ശബ്ദത്തിന്റെ അനുഭവം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ പന്തലിന്റെ ഉള്ളിലേക്ക് വരണം. അപ്പൊ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ കംപ്ലീറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ 2ാം നാൾ, ദൃശ്യവിസ്മയം 2025 2ാം നാൾ. ഇന്നലെ ആദ്യ നാളിനേക്കാളും പ്രഭ നിറഞ്ഞ പരിപാടികളാണ്. ഇന്നലത്തെ ബി പോസിറ്റീവ് ടീമിന്റെ പരിപാടി ആയിരുന്നാലും ബ്രോ ഹൗസിന്റെ പ്രോഗ്രാം ആയിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള രീതിയിലായിരുന്നു. ആളുകൾ എൻജോയ് ചെയ്യായിരുന്നു, ഒഴുകായിരുന്നു ശരിക്കും പറഞ്ഞ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആൾക്കാർ. ഇന്ന് ഇപ്പോൾ അവിടെ നിലവിൽ സൗണ്ട് എക്സ്പോ തുടങ്ങി, ഓഡിയോ മിക്സിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നേത്രപരിശോധന ക്യാമ്പ് നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി കെ രാജൻ വരുന്നു. വിശിഷ്ട വ്യക്തികളെ ആദരവ്, മറ്റു പരിപാടികൾ ഇന്നത്തെ സാംസ്കാരിക സദസ്സിലുണ്ട്. അതിനുശേഷം 4 മണിയോടുകൂടി തൃശ്ശൂർ അടാട്ട് കതിരോല ഫോക്ക് ബാൻഡിന്റെ ഒരു കിടിലൻ നാടൻപാട്ട് അവിടെ നിന്ന് തുടങ്ങാണ് ലൈവ് സ്ട്രീം. അതിനുശേഷം 7 മണിക്ക് നമ്മുടെ ഈ സൗണ്ട് ആൻഡ് ലൈറ്റ് അവരുടെ കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളുണ്ട് 7 മണിക്ക്. അതിനുശേഷം 8 മണിക്ക് അത് മറ്റൊരു നമ്മളെന്താ പറയാ ദൃശ്യമാസ്മരിക വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കൊമ്പൻ ടീമിന്റെ കളിയാട്ടം എന്ന് പറഞ്ഞ പരിപാടി, കൊമ്പൻ. അപ്പോൾ ഇന്ന് കൊമ്പനാണ് ചാലക്കുടി കീഴടക്കാൻ വേണ്ടി വരണേ. അപ്പോൾ വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവരും പതുക്കെ ഒരു 7 മണിയാകുമ്പോൾ പതുക്കെ അങ്ങോട്ട് പോരാ, നമ്മുടെ ട്രങ്ക് റോഡിലേക്ക് വരാം. അപ്പം തന്നെ ഇറങ്ങുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഇതിൻ്റെ ആ കുലുക്കം. റോഡ് മൊത്തം ട്രങ്ക് റോഡ് കിടന്ന് കുലുങ്ങണമെന്ന് 2 ലക്ഷം ബോർഡ്സ്. അപ്പോൾ അതിൻ്റെ ആ ഏറ്റവും മനോഹാരിത മനസ്സിലാക്കാനും സീറ്റൊക്കെ മുന്നിൽ കിട്ടാനും നേരത്തെ തന്നെ പോരാ. സംഭവം ഒരു ആഘോഷമാണ്. ചാലക്കുടിയിലെ മറ്റൊരു സൗണ്ടിന്റെ അമ്പ് വരുന്നാളാണ് ഇപ്പോൾ കൊടിയേറി കഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ 2ാം ദിവസമായ ഇന്ന് നടക്കുന്ന പ്രോഗ്രാമുകളാണ്. പ്രധാനമായിട്ടും കതിരോല ഫോക്ക് ബാൻഡിന്റെ പരിപാടി 4 മണിയോടുകൂടി ആരംഭിക്കും. അതിനുശേഷം സൗണ്ട് ആൻഡ് ലൈറ്റ് കലാകാരന്മാരുടെ പരിപാടികളുണ്ട്. പിന്നീട് 8 മണിയോടുകൂടി കൊമ്പൻ മ്യൂസിക്കൽ ബാൻഡിന്റെ പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ചാലക്കുടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് ഗ്രൗണ്ടിന്റെ അവിടെ സൗത്ത് ജംഗ്ഷനിൽ, നോർത്ത് ജംഗ്ഷനിൽ വലിയ LED വാളുകളിൽ ലൈറ്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു മനോഹരമായ കാഴ്ച. നിങ്ങളിപ്പോൾ ഈ കാണുന്ന കാഴ്ച ഒന്ന് നോക്കി നോക്കിയാൽ ശരിക്കും പറഞ്ഞപ്പോൾ ഈ നിലപ്പന്തലുകളൊക്കെ ഇപ്പോൾ ഔട്ട് ഓഫ് ആയി തുടങ്ങി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും അകലേന്ന് നോക്കണം. ശരിക്കും നിലപ്പന്തൽ പോലെ തന്നെ ഉണ്ടെന്ന്, വളരെ വ്യത്യസ്തമായിട്ട് അകലേന്ന് ഇതിന്റെ ഷോ വീക്ഷിക്കണം. നമ്മുടെ നിർമ്മല ബുക്സിന്റെ ഒക്കെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ, രാത്രി നോക്കുകയാണെങ്കിൽ ആ സൗത്തിലെ LED വാള് വളരെ മനോഹരമാണ്. അതൊരു വ്യത്യസ്തമാണ്. എന്തായിരുന്നാലും ചാലക്കുടി പട്ടണം ശബ്ദ പ്രകാശപൂരിതമായ ഒരു പട്ടണത്തിന്റെ അകത്തള കാഴ്ചകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നിങ്ങൾ ആരും വീട്ടിലിരിക്കരുത്, എല്ലാവരും വരാ. കുലുങ്ങ, ഇങ്ങനെ കുലുങ്ങലാണ്, കുലുങ്ങ. ട്രങ്ക് റോഡ് മൊത്തം കുലുങ്ങുന്നു, നിങ്ങളും കുലുങ്ങ. അപ്പോൾ നന്ദി, നമസ്കാരം. കുലുങ്ങാനായിട്ട് ഇന്ന് വൈകുന്നേരം ഞാനും വരാം. സൗണ്ട് സർവീസ് അസോസിയേഷൻ ചാലക്കുടിയുടെ 15ാം വാർഷികം ദൃശ്യവിസ്മയം 2025 ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ തുടക്കമായി. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് വിജയൻ എക്കോ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ഷിബു ആലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. PN ശിവൻ ജോയിന്റ് RTO മുഖ്യാതിഥിയായി. ചടങ്ങിൽ സെക്രട്ടറി ബൈജു MK സ്വാഗതവും ട്രഷറർ ജോൺ PT നന്ദിയും പറഞ്ഞു. സംഘടനാ രക്ഷാധികാരി ബിജു രാഗം ആമുഖ പ്രസംഗം നടത്തി. ഫാദർ ആൻഡോ കരിപ്പായി, മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരി, റാഫി ഫിനിക്സ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നേരിടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ലൈറ്റ് അലങ്കാരങ്ങൾ നടത്തുമ്പോൾ പോലും പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം KSEBയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു തൊഴിലാണ് നിങ്ങളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങളും ഒരു സംഘടനയുടെ വാർഷികം ഒരു പക്ഷേ അതിൻ്റെ സംഘടനാ തലത്തിലും അതിൻ്റെ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ഒക്കെ ഒത്തുചേരുന്ന പരിപാടിയായിട്ടാണ് സാധാരണ സംഘടനകളൊക്കെ അതിൻ്റെ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പൊതുസമൂഹത്തെ മുഴുവൻ ആകർഷിക്കുന്ന രീതിയിൽ, അവരെ കൂടി പങ്കാളികളാക്കുന്ന രീതിയിൽ, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള പരിപാടികളിൽ പങ്കാളികളാക്കുന്ന രീതിയിലേക്ക്, അവർക്കെല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഒരു വാർഷികാഘോഷത്തെ ഇത്രയും മനോഹരമായി ഒരുക്കുന്ന, പ്രത്യേകിച്ച് നേരത്തെ ശ്രീ ബിജു രാഗം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്ത് തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപക്ഷെ വിവിധ സംഘടനകളും വിവിധ മേഖലകളിലെ യൂണിറ്റുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും അവർക്കെല്ലാം മാതൃകയാക്കാവുന്ന വഴികാട്ടിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു യൂണിറ്റ് തന്നെയാണ് ചാലക്കുടി മേഖലയിലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.